ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുർബി കിച്ചൺ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണ ദിവസമായിട്ട് ഞാൻ നല്ല മധുരമുള്ള ഒരു പായസമാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്, പാലട പായസം. അപ്പോൾ നമുക്ക് പാലട പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. പാലട പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ പാലട എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ തയ്യാറാക്കുമെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാനിത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ പാലട ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 30 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിന് 30 മിനിറ്റിന് ശേഷം മാത്രം നമുക്കിനി തുറന്ന് നോക്കാം. ഓക്കെ. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലട പായസത്തിന് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 200 ഗ്രാം പാലടക്ക് ഞാനിവിടെ 3 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നമ്മുടെ പാലട ചൂടുവെള്ളത്തിൽ പൊതിർന്ന് കിടക്കുകയാണ്. അപ്പോൾ 30 മിനിറ്റ് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്കതിനി നോക്കേണ്ട ആവശ്യമുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ ഈ പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ പാല് ഒന്ന് ചൂടാകട്ടെ. ഇനി നമുക്കിതിലേക്ക് പായസത്തിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യാം. ഇതൊരു 750 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ പാലിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാല് ഇവിടെ നിന്ന് ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുന്ന അടയൊന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ അടയെ നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ നിന്നൊന്ന് മാറ്റാം. അപ്പോൾ 2-3 തവണ പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ അട 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിരിക്കുകയാണ്. ഇനി ഈ അട നമുക്ക് പാലിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പാലട ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ പാല് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാനിത് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് കുറച്ച് സമയം ഇളക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാലട തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ പായസം കുറച്ച് സമയം ഒന്ന് തിളക്കാൻ വെക്കാം.
ഇപ്പോൾ ഏകദേശം നമ്മുടെ പായസം തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മൂടി അടച്ചു വെച്ചതിന് ശേഷം തീ കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് വെക്കുവാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പായസം വെക്കുമ്പോൾ വലിയ പാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ പാത്രമാകുമ്പോൾ പാല് പുറത്തേക്ക് മറിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീ കുറച്ച് ഞാൻ ഇതിനെ അടച്ചു വെക്കുവാൻ പോവുകയാണ്. നമുക്കിനി 20 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. അതുവരെ തീ കുറച്ച് വെക്കാവുന്നതാണ്. ഇനി അടിക്ക് പിടിക്കാൻ ചാൻസ് ഉള്ള പാത്രമാണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ പായസം കുറച്ചൊക്കെ ഒന്ന് കുറുകി കഴിഞ്ഞു. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം കൂടുതൽ സമയം ഇനിയും വെക്കുമ്പോൾ നമ്മുടെ പായസം നല്ല ടൈറ്റ് ആകും. അപ്പോൾ തണിയുമ്പോൾ എന്ന് വെച്ചാൽ പായസം നല്ല കട്ട പോലെ ആയിപ്പോവും. അവിടെ നമുക്ക് നല്ല പാകത്തിന് വേണം ഇതൊന്ന് ഓഫാക്കി വാങ്ങി വെക്കുവാൻ. ഇനി നല്ല പിങ്ക് കളറുള്ള പായസമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ 20 മിനിറ്റ് തീ കുറച്ച് വെച്ചില്ലേ, അതൊരു 10-50 മിനിറ്റോളം തീ കുറച്ച് വെക്കുക. എന്നിട്ട് അത് അടിക്ക് പിടിക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി നോക്കിയാൽ മതി ഇടയ്ക്കൊന്ന്. ഇപ്പോൾ തന്നെ ഈ പായസത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഇപ്പോൾ പായസം ഇരിക്കുന്നത്. മധുരം നോക്കുമ്പോൾ നല്ല പാകത്തിനുള്ള മധുരവുമുണ്ട്. വേണമെങ്കിൽ നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർക്കാതിരിക്കുക. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർക്കാൻ പോവുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഓഫാക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പായസം ഇവിടെ ഓഫാക്കി വെക്കാം. ഇതിപ്പോൾ നല്ല പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി പായസം തണുക്കുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആകും. ഞാനിവിടെ പായസം ഓഫാക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ സ്റ്റേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈറ്റായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളമോ ഒന്ന് കുടിക്കുന്ന സമയത്ത് ഇത്തിരി ഒന്ന് ചൂടാക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പായസത്തിന് വേണ്ടി അണ്ടിയും മുന്തിരിങ്ങയും ഒന്ന് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അണ്ടി ചേർത്ത് കൊടുക്കാം. അണ്ടി ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുന്തിരിങ്ങ ചേർത്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുടിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.